വലിയ പ്ലാനൊന്നും ഇല്ലാത്ത യാത്രകളാണ് എപ്പോഴും സക്സസ് ആയിരിക്കുന്നത്. എന്റെ കാര്യത്തിൽ കേട്ടോ അങ്ങനെ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാനും എന്റെ കെട്ടിയോനും എന്റെ കുഞ്ഞും അതിന്റെ കൂടെ തന്നെ അബ്രോഡിൽ നിന്ന് എന്റെ ഏട്ടായി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയായിട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്, എപ്പോഴും അത് നടക്കാറില്ല. അങ്ങനെ വേളാങ്കണ്ണിക്ക് പോയിട്ട് വന്നതിന് ശേഷം ആ ഒരു വൈബിൽ ഞങ്ങൾ അങ്ങ് ഗവിക്ക് പോകാമെന്ന് വെച്ചു. ഇത് പോകുന്നത് ചങ്ങനാശ്ശേരി നിന്നായതുകൊണ്ട് തന്നെ, എന്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണല്ലോ നമ്മുടെ ഗവി വരുന്നത്. അപ്പോൾ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെളുപ്പംകാലത്തൊന്നും നമ്മൾ എഴുന്നേറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എല്ലാ ബേബിനെ വിളിച്ചെണീപ്പിച്ച് പാമ്പറൊക്കെ ഇടിപ്പിച്ച് ഒന്ന് സെറ്റാക്കി ആളൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കിനും ആൾക്ക് പാകമല്ലാത്ത ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് ആളത് ഇടയ്ക്ക് ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാച്ചനും അമ്മച്ചിക്കും ഒക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് സ്തുതിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഗവിയിലേക്കുള്ള യാത്ര അങ്ങനെ തുടങ്ങി. അപ്പം ഗവിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവി takki.online.com നമ്മൾ കയറി ആദ്യം നമ്മുടെ എൻട്രി പാസ് നമ്മൾ ബുക്ക് ചെയ്യണം. അതിനുശേഷം ഈ കാണുന്ന സ്പോട്ടാണ് ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ പാസ് ഒക്കെ കാണിച്ച് നമ്മൾ വീണ്ടും പ്രവേശന പാസ് ഒക്കെ എടുക്കണം. ഇവിടെ വേണം ഫ്രഷപ്പ് ഒക്കെ ആവാൻ കേട്ടോ, വാഷ്റൂം ഒക്കെ ഉണ്ട്. അങ്ങനെ എന്റെ കെട്ടിയോൻ ഏതാണ്ടോ ആധാരമൊക്കെ പണയം വെക്കുന്ന ഒരു സൈൻ ഒക്കെ ഇട്ട് കാര്യമായിട്ട് ഞങ്ങൾ നീണ്ട യാത്ര തുടങ്ങി കേട്ടോ. ഈ യാത്ര എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാനില്ല, വളരെ തിരക്കേറിയ ലൈഫിൽ നിന്ന്, അതായത് ഈ എറണാകുളത്തു നിന്നാണെ പോലും ഈ പറയുന്ന തിരക്കും ബ്ലോക്കും ബഹളവും വണ്ടികളുടെ ബഹളവും ഇതെല്ലാത്തിൽ നിന്നും മാറി നിന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പീസ്ഫുൾ മൈൻഡ് ആയിട്ട് യാത്ര ചെയ്യാൻ, അതും കാട്ടിക്കൂടി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഗവി എന്ന് പറയുന്നത്. കാട്ടിക്കൂടിയുള്ള യാത്ര ഞങ്ങൾ ആസ്വദിച്ച് വരുന്നതിന് കൂടെ തന്നെ കാടിന്റെ മനോഹരത ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് കാടിന്റെ മക്കൾ എന്ന് പറയുന്നത്. ഈ കാടിന്റെ മക്കളെ നമ്മൾ ഇതിന്റെ ഇടയിൽ കാണാൻ പറ്റിട്ടോ. അവരെ ഞാനെന്റെ വീഡിയോയിൽ പകർത്തിയില്ല, അറിഞ്ഞോണ്ട് പകർത്താഞ്ഞതാ കേട്ടോ. പക്ഷെ അവര് നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഓടി വരുന്നു, നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോഴേ നമുക്കറിയാം ആ മക്കൾ എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സും കാര്യങ്ങളും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ വണ്ടിയിൽ അവരുടെ കുറിച്ചുള്ള ടോപ്പിക് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു നല്ലൊരു സ്പോട്ട് കിട്ടി, നല്ലൊരു മഞ്ഞൊക്കെയുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. എല്ലാ ബേബിക്ക് ചെറുതായിട്ട് തണുത്തൊക്കെ വിറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് സൊറയൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്തൊരു പോയിന്റ് കണ്ടു. അവിടെയും ഈ പറഞ്ഞ പോലെ കാടിന്റെ നടുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡ്, പുറകിൽ നല്ല മഞ്ഞ്, പിന്നെ കുറേ മലകള്, നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാനും എല്ലാ ബേബിയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് കാടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ആകെ ഒരു പോസിബിലിറ്റിയാണ് ഈ കാണുന്ന റെസ്റ്റോറന്റ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഒന്നും കിട്ടത്തില്ല. അവിടുന്ന് നമ്മൾ ചെറുതായിട്ട് ഒരു ഊണൊക്കെ തട്ടിയിട്ട് ഫൈനൽ നമ്മുടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗവിയുടെ ലാസ്റ്റ് പോയിന്റ്. വരുന്ന വഴിക്ക് 1-2 ഡാമുകൾ വേറെ കണ്ടെങ്കിലും ഈ ഡാമിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്, ഒരു രക്ഷയില്ല പറയാൻ. ഈ ഡാമിനോട് ചേർന്ന് തന്നെ ഗവി ഫോറസ്റ്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ഓൺലൈനായിട്ടാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്യേണ്ടത്. അത് 3500 അബോയാണ് അതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ സ്റ്റേ എടുത്തില്ല. അവിടെ സ്റ്റേ എടുക്കുന്നവർക്ക് ട്രക്കിംഗ്, കയാക്കിംഗ്, ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. കാട്ടിക്കൂട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലേറ്റ് ആക്കേണ്ട, വേഗം പോരും.